SKN40 കേരളം മുഴുവൻ SKN ഒരു യാത്ര നടത്തുകയാണ് ലഹരിക്കും അക്രമങ്ങൾക്കൊക്കെ എതിരെ. അപ്പം നമ്മളിങ്ങനെ സഹിയ കോളേജിൽ മലപ്പുറത്തെത്തിയപ്പം ഒരു കൂട്ടം ആൾക്കാരെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവർക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, കുറച്ച് സമ്മാനങ്ങൾ തരാം. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ലെന്ന് പറയും, ഉഷാറില്ലല്ലോ? കുഴപ്പമില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തായാലും കുറച്ച് സമ്മാനങ്ങൾ SKN40 ഇടയിൽ തരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താണ് ചോദ്യം ചോദിക്കുക? ചോദ്യം വളരെ സിമ്പിളായിരിക്കും. ഇപ്പം മാധ്യമ പ്രവർത്തനത്തിൻ്റെ എത്രാം വർഷമാണ് SKN40യുമായി ശ്രീകണ്ഠൻ സാറ് കേരളം മുഴുവൻ യാത്ര നടത്തുന്നത് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? അതെങ്ങനെ ഇത്ര എളുപ്പത്തിൽ കിട്ടിയേ? എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും സിമ്പിളായ ചോദ്യങ്ങളായിരിക്കും ഞാൻ എന്തായാലും ചോദിക്കാം. ടഫ് ചോദ്യങ്ങൾ നഹിയേ. ഓക്കെ, റെഡി? അപ്പോൾ ചോദ്യം നമ്പർ 1 ഓക്കെ ചോദിക്കട്ടെ. അപ്പോൾ എനിക്കൊരാൾ ഭയങ്കര ചിരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറാണെന്ന് തോന്നുന്നു. ടീച്ചറോട് സ്റ്റുഡൻ്റ് ആണോ? അല്ല, കളർ യൂണിഫോം ഇടാത്തതുകൊണ്ട് ഞാനങ്ങനെ വേറെ തെറ്റിദ്ധരിച്ചതാണ്. ഓക്കെ, മാർക്കറ്റിംഗ് ആണോ? എനിക്ക് ഇത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയില്ല. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ എന്തായാലും അതിന് വേറെ കഥകളുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ചോദ്യം നമ്പർ 1, ചോദ്യം ഇത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ അടുക്കളയിൽ കയറാറുണ്ടോ? ചേട്ടന്മാരൊക്കെ എല്ലാവരും കയറുന്നുണ്ട്. അപ്പനും അമ്മയും എല്ലാവരും അടുക്കളയിൽ കയറാറുണ്ടല്ലോ? ഇല്ലേ? ഉണ്ട്. അപ്പം അടുക്കളയിൽ നിങ്ങൾ കാണുന്ന പച്ച നിറത്തിലുള്ള ഒരു 6 പച്ചക്കറികളുടെ പേര് പറഞ്ഞാൽ മതി. ആരാണ് ആദ്യം വരുന്നത്? ഈ മുഖം കണ്ടറിഞ്ഞൂടെ മുഴുവൻ പറയുമെന്ന്? ഓക്കെ, ശരി. വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക, പച്ചമുളക് ആരും പറഞ്ഞു കൊടുക്കരുത്. വഴുതനങ്ങ, പച്ച വഴുതനങ്ങ, മറ്റേത് കുക്കുംബർ. മറ്റേ കുക്കുംബർ ഇല്ലേ? ഓക്കെ, കുക്കുംബർ 5. ഒന്നും കൂടെ, ഒരെണ്ണം കൂടെ വേണോ? പയറോ? ഓക്കെ, അപ്പോൾ കയറി പോട്ടെ. അപ്പോൾ അടുക്കളയിൽ വർഷത്തിലൊരിക്കൽ കയറലുണ്ടെന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. ഇല്ല, ഓക്കെ, എപ്പോഴായാലും അടുക്കളയിൽ കയറിയാൽ മതി. കയറിയില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അടുത്ത ചോദ്യം ഈ സെയിം ചോദ്യം തന്നെ ചോദിക്കാം. പക്ഷേ ഇവർ പറഞ്ഞ 6 എണ്ണം പറയാൻ പാടില്ല. എന്താ മോളുടെ പേരെന്താ? പ്രീന പറഞ്ഞ 6 എണ്ണം പറയാൻ പാടില്ല. ഓക്കെ, റെഡി? പച്ച നിറത്തിലുള്ള 6 പച്ചക്കറികളുടെ പേര് പറയണം. ഓക്കെ, ക്യാബേജ്. എന്താ സ്നേഹം ഉണ്ടെന്നൊന്നുമില്ല എന്നോട് സ്പെഷ്യലായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ക്യാബേജ്. പിന്നെ മറ്റേ ക്യാപ്സിക്കം. ഓക്കെ, ശരി. പിന്നെ കോളിഫ്ലവർ. പിന്നെന്താ? 3. പാവയ്ക്ക. ഗ്രീൻ പീസ്. മറ്റേ പച്ചപ്പയർ പറഞ്ഞു. മറ്റേ ചെറുപയർ. ഓ എൻ്റെ അമ്മേ. ഓക്കെ, റെഡി? 5 ആണ്. ശരി, ഒരെണ്ണം ഞാൻ കുറച്ച് വന്നിരിക്കുന്നു. ഓക്കെ, ഒരു കയ്യിൽ ഒരു ഉഷാർ വിടാം. ഓക്കെ, എൻ്റെ പേര് അജിൽ. അപ്പോൾ അജിൽ ഉത്തരം കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്, സമ്മാനമുണ്ട്. ഓക്കെ, എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഉത്തരം സമ്മാനം തന്നാൽ പോരെ? ഓക്കെ, അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നിങ്ങൾ സിനിമ കാണാറുണ്ടോ? സിനിമ കാണാറുണ്ട്. മലയാള സിനിമയിൽ അഭിനയിക്കുന്ന മാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ള 5 നടിമാരുടെ പേര് പറയണം. ഓക്കെ, ആര് പറയും? എൻ്റെ PSC ചോദ്യമായിട്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് ഓടിയേനെ ആള്. ഇതിപ്പോ എത്ര എളുപ്പമുള്ള ചോദ്യം ആയതുകൊണ്ട്. മഞ്ജു വാര്യർ, മമിത ബൈജു, പറഞ്ഞിട്ട് എനിക്ക് സങ്കടമായാലേ. മമത മോഹൻദാസ്. തീർന്നോ? അത്ര ആവേശത്തിൽ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട്? മീര ജാസ്മിൻ. മാമുക്കോയെ പറയരുത്, നടിയാണല്ലേ. ഒരു ക്ലൂ തരട്ടെ? മഹിമ നമ്പ്യാർ. ഓക്കെ, അതിന് പകുതി മാർക്ക് എനിക്ക് വേണം. ഓക്കെ, ശരി. ഓക്കെ, ചോദ്യം അടുത്ത ഒരു കൈയ്യടി കൊടുക്കും മാർക്കറ്റിംഗുകാരെ ഉള്ളതുകൊണ്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണേ. ശരി, അതന്നെ പോയിന്റ്. ഭയം ഇരിക്കട്ടും. ശരി, അടുത്ത ചോദ്യം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം ചോദിക്കട്ടെ. മലയാള സിനിമയിൽ മാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 5 സിനിമകളുടെ പേര് പറഞ്ഞത് ആർക്കാ പറ്റുക? അജിൽ പറയൂന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇവിടെ വരാട്ടോ. ഞാൻ ചാൻസ് തരും. അജിൽ പറയൂന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു ചോദിക്കുന്നത്. എന്താ പേര്? ബിൻസി. പറഞ്ഞോ. മൈലാഞ്ചി മഞ്ചുള്ള വീട്. എന്റെ കയ്യിൽ നിന്ന് പോയതാ. മണിച്ചിത്രത്താഴ്. മാമ്പഴക്കാലം. കൊച്ചിനെല്ലാം സംശയം. പകുതി പറഞ്ഞിട്ട് പഠിക്കുമ്പോഴും ഇങ്ങനെയല്ലേ? ഓക്കെ, മായാമോഹിനി. 5. ശരി, കയ്യിൽ. ഓക്കെ, ഞാനേ കുറച്ച് നേരമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ 2 പേര് അവർക്ക് ഉത്തരങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. മൈക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. അവർക്കൊരു ചോദ്യത്തിലേ ഉള്ളൂ. മാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 5 ഹലോ ചോദിച്ചോട്ടെ. ഈ ചേട്ടന് ഫാൻസ് കൂടുതലാണെന്ന് തോന്നുന്നല്ലോ, അവിടെ നിന്ന് ഭയങ്കര ആവേശം. ഓക്കെ, 5 നടന്മാരുടെ പേര് പറഞ്ഞേ. മലയാള സിനിമയിൽ 5 നടന്മാർ മാ എന്ന അക്ഷരത്തിൽ തുടങ്ങണം. മോഹൻലാൽ, മമ്മൂട്ടി, മമ്മുക്കോയ 3, മുരളി, മുകേഷ്. കയ്യിൽ പറ്റേ പോരാ, കയ്യിൽ ഇതൊന്നും പോരാ. ഓക്കെ, ഇനി ഒരു ഫൈനൽ ചോദ്യം ചോദിക്കണം, അവസാനത്തെ ഒരു ചോദ്യം. എന്താ
ഓൾക്ക് ചോദിക്കുന്നത് ബാ ഓടി വാ മുമ്പോട്ട് വാ. ശരി, ഇത്രയും നേരം സമ്മാനം തരാൻ ചോദിക്കുന്നു പറഞ്ഞപ്പോൾ ചടപടയെന്ന് എല്ലാവരും ചോദ്യം വേണമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞ ആളോട് നമ്മൾ ചോദിക്കുന്നു ബാ ഓടി ഓടി വാ. എന്താ പേര്? ഹിബേനെ മറ്റേ മണവാട്ടിയാക്കിക്കോട്ടോ, നാണം ഭയങ്കരമായിട്ട്. ഓക്കെ ശരി. ഓക്കെ ഹിബേനോടുള്ള ചോദ്യം ഇത്രേ ഉള്ളൂ. റെഡ് ബൾബ് ബ്ലൂ ബൾബ് 5 പ്രാവശ്യം തെറ്റിക്കാതെ പറഞ്ഞത്. റെഡ് ബൾബ് ബ്ലൂ അല്ല, ഇത് വെച്ച് ബബ്ബ പറയണല്ലോ ഇപ്പൊ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ്. നിനക്ക് അറിയണ വെച്ച നീ ആരും പറയില്ല, ഞാനെന്താ ചെയ്തു തോന്നിപ്പോ. ശരി, ലാസ്റ്റ് ചാൻസ്. റെഡി? ശ്വാസം എടുത്തു മസിൽ. ഓക്കെ. റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഇത് ബ്ലുംബ്ലുംബ്ലൊക്കെ ആയിപ്പോ, എന്തായാലും കുഴപ്പമില്ല, കൈ കൊടുക്കോ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഓക്കെ ശരി, സമ്മാനം വേണ്ടേ? ഈ എല്ലാവരും കയറി. എൻ്റെ മോനെ ആ കൊച്ചു വന്നപ്പോഴത്തേനും ഓടിപ്പോയോ എല്ലാവരും? ഓക്കെ. ബിൾബിൾ കിട്ടിയോ? എന്നാൽ ഒരു കാര്യം ചെയ്യാം. ഒരാൾ റെഡ് ബൾബ് എന്ന് പറയുമ്പം ഇത്രത്തോളം അയാളെ ക്രൂരമായി പീഡിപ്പിച്ച അയാളുടെ സുഹൃത്തിന് ഒരു ചോദ്യം. വാ. ഓക്കെ. റെഡ് ബൾബ് ബ്ലൂ ബൾബ് 5 പ്രാവശ്യം. റെഡ് ബൾബ് ബ്ലൂ ബൾബ് 5 പ്രാവശ്യം. വേറെയോ? ഇത് തന്നെ മതി എന്ന് പറഞ്ഞത്. കിട്ടൂല. റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഓക്കെ, കരുത്ത് തെളിയിച്ചു. ഓക്കെ ശരി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം തരാം. സമ്മാനം തരുന്നത് മെഡിമിക്സ് ആണ്. മെഡിമിക്സ് അറിയാലോ, കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും കേട്ടിട്ടുള്ളത്? സോപ്പ്. ഓക്കെ, മെഡിമിക്സിൻ്റെ ഒരു സോപ്പ് തന്നാൽ ഇവിടെ ഒരാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുക്കും? എന്താ അത്ര സ്നേഹമുള്ളതുണ്ടോ? അത്ര സ്നേഹമെങ്കിലും നിങ്ങൾക്ക് മെഡിമിക്സിൻ്റെ സമ്മാനം. മെഡിമിക്സ് നമുക്കറിയാം, എല്ലാവരും ഇഷ്ടംപോലെ തവണ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മെഡിമിക്സ് ഉണ്ട്. അപ്പോൾ മെഡിമിക്സ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക്, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ പ്രശ്നമുള്ളവർക്ക്, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവർക്ക്, അങ്ങനെ ഒരുപാട് ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ, മെഡിമിക്സ് എന്നുള്ള സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് ആയുർവേദത്തിൻ്റെ ഒക്കെ ഗുണഗണങ്ങളുള്ള ഒരു സോപ്പാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള സമ്മാനം എത്തും. ഒരാൾ 2 പേർ എല്ലാവർക്കും കൂടെ മേടിക്കാവോ? ഒക്കെ ഒരു കൈയ്യടി കൊടുത്തേ. ഇവിടെ തോറ്റവർക്കും ജയിച്ചവർക്കും പറയാത്തവർക്കും ബ്ലും ബ്ലും ആയവർക്കും ഒക്കെ സമ്മാനമുണ്ട്.